ഷാർജയിൽ നിന്ന് വിഭജികയുടെ ദുരന്ത വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞു. ഏറെ കണ്ണീരണിയിച്ച വാർത്തയാണ് വിഭജികയുടെയും മകളുടെയും വാർത്ത. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ അടുത്ത വാർത്ത വന്നു. അതുല്യയും ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ സംഭവം. ഈ സംഭവം തേഞ്ഞ് മാഞ്ഞ് പോകും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒന്ന്, ഷാർജയിൽ നടത്തിയ ഓട്ടോപ്സി അനുസരിച്ച് ഈ പെൺകുട്ടി, അതായത് അതുല്യ, മരിക്കുന്നത് ആത്മഹത്യ തന്നെയാണ്. അതായത് ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ട്. ഈ ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് ഷാർജ പോലീസ് ഈ കേസ് ആത്മഹത്യ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞു. മറ്റൊരാളെയും ഈ കേസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് ഷാർജ പോലീസിന്റെ നിഗമനവും. അതുപോലെ തന്നെ അവരുടെ ഫൈൻഡിങ്സ് അങ്ങനെയാണ് ചെന്ന് എത്തുന്നത്. UAE നിയമവ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ അവിടെ ആത്മഹത്യ എന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന്മേൽ മറ്റൊരു അന്വേഷണമോ നടപടിയോ ഉണ്ടാവുകയില്ല. ഇത് ഈ വിഭജികയുടെ ഭർത്താവിനും അറിയാം, അതുപോലെ തന്നെ അതുല്യയുടെ ഭർത്താവ് സതീഷിനും അറിയാം. അവർ രണ്ടുപേരെ ഞാൻ താരതമ്യപ്പെടുത്തുന്നത് അടുത്തടുത്ത് നടന്ന സംഭവങ്ങളാണ്. ഇത് രണ്ടും കൊല്ലം സ്വദേശികളാണ്. കൊല്ലം സ്വദേശിയാണ് അതുല്യയും, കൊല്ലം സ്വദേശിയാണ് വിഭജികയും. ഈ വിഭജികയുടെ കേസ് നമുക്കറിയാം. ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. എന്തുമാത്രം പീഡനങ്ങളാണ് വിഭജിക നേരിട്ടത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതുല്യയുടെ സംഭവം നോക്കാം. അതുല്യ 1.5 വർഷം മുമ്പ് മാത്രമാണ് ഭർത്താവിനൊപ്പം ഈ ഷാർജയിൽ എത്തുന്നത്. ഷാർജയിൽ എത്തിയ ശേഷം ഭർത്താവ് അവിടെ ഒരു സ്വകാര്യ കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയറാണ്. ധാരാളം ശമ്പളം കിട്ടുന്ന വ്യക്തിയാണ്. ഇയാൾ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അതുല്യയെ വല്ലാതെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവാണ്. ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. കസേരയെടുത്ത് അടിക്കാൻ നിൽക്കുന്നത്, പിന്നെ ആ വീഡിയോകൾ, പിന്നെ ഈ കുട്ടിയുടെ ഉണ്ടായ പാടുകൾ, ശാരീരിക പീഡനത്തിന്റെ അടയാളങ്ങൾ, ഇതൊക്കെ നമ്മൾ മലയാളികൾക്ക് കണ്ണീരുണർത്തുന്ന കാഴ്ചകളും സംഭവങ്ങളുമാണ്. എന്നാൽ ഇവിടെ മരണം സംഭവിച്ചിരിക്കുന്നത് ആത്മഹത്യ എന്ന പോലീസ് റിപ്പോർട്ട് വരുന്നതോടുകൂടി ഷാർജയിലും UAE ഈ പ്രതി, അതായത് ഈ ഗാർഹിക പീഡനത്തിലൂടെ നിരന്തരം അതുല്യയെ ഉപദ്രവിച്ചിരുന്ന ഭർത്താവ് സതീഷ് രക്ഷപ്പെടും. അയാൾ നല്ല പിള്ളയായി കഴിഞ്ഞു. കാരണം എന്താണ്, അതുല്യയുടെ രേഖകൾ, പാസ്പോർട്ട്, അതുപോലെ തന്നെ അനുബന്ധ രേഖകളൊക്കെ ഇന്ത്യൻ കോൺസുലേറ്റിന് അയാൾ തന്നെ കൈമാറുകയും ചെയ്തു. അവിടെ ഇന്ത്യൻ കോൺസുലേറ്റിന് ഇയാളെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയുകയുമില്ല. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കൊന്നും ചെയ്യാനും കഴിയില്ല. അയാൾ വളരെ നല്ല പിള്ളയായി അവിടെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ കൊടുത്ത കേസ് ശ്രദ്ധേയമാകുന്നത്. ചവറ തെക്കുംഭാഗം പോലീസാണ് ഈ കേസ് കേരളത്തിൽ അന്വേഷിക്കുന്നത്. സതീഷ് കേരളത്തിൽ വരികയാണെങ്കിൽ ഇയാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയും. ഗാർഹിക പീഡന പരാതി കേരളത്തിലും ഈ അമ്മയും അച്ഛനും നൽകിയിട്ടുണ്ട്. അതുല്യയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നടന്നത്? ഈ മരണ ദിവസം തന്നെ അതുല്യ മരണത്തിന് സ്വയം കീഴടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും, ആ ഒരു ദിവസം പോലും ഈ സതീഷ് എന്ന് പറയുന്ന ഭർത്താവ് അതുല്യയെ ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷമാണ് അയാൾ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്ത് ഔട്ടിങ്ങിന് പോയത്. ഔട്ടിങ്ങിനെന്നല്ല, കള്ളു കുടിക്കാൻ പോയത്. കുടിച്ച് തിരിച്ചു വരുമ്പോൾ ഏകദേശം 4 മണിക്കൂറിന് ശേഷം അയാൾ വീട്ടിലെത്തുമ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഭവത്തിൽ ഈ പെൺകുട്ടി മരിക്കുന്ന ദിവസവും ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. പിന്നെ ഭാര്യ എന്ന പരിഗണന ഈ പെൺകുട്ടിക്ക് ലഭിച്ചിരുന്നില്ല. നിരന്തരം ഉപദ്രവങ്ങൾ. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പോലും വീഡിയോ കോളിൽ സഹോദരി അഖിലയോട് അതുല്യ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് രക്ഷിതാക്കളോടൊക്കെ പറയുന്നുണ്ട്, ശബ്ദ സന്ദേശമുണ്ട്, എനിക്ക് പേടിയാണ്, മരണത്തെ പേടിയാണ്, ധൈര്യമുണ്ടെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ. ഈ പെൺകുട്ടി നേരിട്ട പീഡനങ്ങളൊക്കെ അറിഞ്ഞിട്ട് രക്ഷിതാക്കൾ മകളോട് പറഞ്ഞു, അതുല്യ ഒരു കാര്യം ചെയ്യ്, ഇങ്ങ് പോര്, നാട്ടിലേക്ക് മടങ്ങിപ്പോര്, യാതൊരു വിഷമമില്ല, നാട്ടിലേക്ക് പോര്, നമുക്ക് ബാക്കിയൊക്കെ ഇവിടെ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെയും ഈ സതീഷ് ഈ പെൺകുട്ടിയോട് സംസാരിക്കും, എന്ന് പറയും, സോറി പറയും, മാപ്പ് പറയും, അറിയാതെ സംഭവിച്ചു പോയതാണ്, നീ നാട്ടിലേക്ക് മടങ്ങിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയുടെ കാല് പിടിക്കും. അപ്പോൾ വീണ്ടും അങ്ങ് അടങ്ങും, വീട്ടിലേക്ക് പോകാൻ ഈ പെൺകുട്ടി മടിക്കും. ഒരു പക്ഷേ എങ്കിൽ അതുല്യയും വിഭജികയും ഒക്കെ നാട്ടിലേക്ക്, അയാൾ എന്തു വേണോ ചെയ്യട്ടെ, നാട്ടിലേക്കുള്ള സാധനം കെട്ടിപ്പറക്കി നാട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഈ മരണങ്ങൾ സംഭവിക്കില്ലായിരുന്നു. ഇവരെയൊക്കെ ഗാർഹിക പീഡന കേസിൽ നാട്ടിൽ വരുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തേനെ. നിയമവഴിക്ക് ഇവരെയൊക്കെ നേരിടാനും കഴിയുമായിരുന്നു. ഇത് പ്രശ്നമുണ്ടായാൽ ഉടനെ നേരെ മരണത്തിൽ അഭയം പ്രാപിക്കുന്ന രീതി. ഞാൻ പറയുന്നത് അവരുടെ മാനസിക സംഘർഷം, അവരുടെ പീഡനത്തിൻ്റെ കാഠിന്യം, അവരേറ്റ സങ്കടങ്ങൾ, അതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ്.
ഈ അതുല്യയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി നാട്ടിലേക്ക് മടങ്ങി വന്നില്ല. ഇവൻ കാല് പിടിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഓരോ ഒഴിവ് കഴിവുകളും മാപ്പും പറഞ്ഞ് ആ പെൺകുട്ടിയെ അവിടെ തളച്ചിട്ടു. ഒടുവിൽ ആ പെൺകുട്ടി ജീവിതം സ്വയം സമർപ്പിച്ചു, മരണത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തു. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷാർജ പോലീസ് ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തുകയും ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ അതിലേക്ക് നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ UAE പോലീസ് ആത്മഹത്യ എന്ന് എഴുതിയ ഒരു കേസിലും തുടർ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ കൊടുത്ത കേസ് ബലവത്തായിരിക്കണം. കേരളത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം. റീപോസ്റ്റ്മോർട്ടവും നിർണായകമാണ്. അതുല്യയുടെ റീപോസ്റ്റ്മോർട്ടം ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം വീണ്ടും സർക്കാർ മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രിയിലോ റീപോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. അങ്ങനെ റീപോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുമ്പോൾ അതിൻ്റെ ഫൈൻഡിങ്സും വളരെയധികം നിർണായകമാണ്. അപ്പോൾ ശരീരത്തിലെ പാടുകളും, മർദ്ദനമേറ്റ പാടുകളും ചതവും ഒടിവും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. അവിടെ ഗാർഹിക പീഡനത്തിന് തെളിവുകൾ ഉണ്ടാകും. അങ്ങനെ ആ തെളിവുകൾ ശബ്ദിക്കുന്ന തെളിവുകളാവുകയും ഈ പ്രതി സതീഷ് എന്നാണ് നാട്ടിലെത്തുന്നത് അന്ന് ഇയാളുടെ കയ്യിൽ കയ്യാമം വീഴുകയും ഇയാൾ അഴിയെണ്ണുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കുക മാത്രമേ നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ വഴിയുള്ളൂ.